എന്തോ വാജിവാഹനം തന്ത്രിയുടെ വീട്ടിൽ അദ്ദേഹം തന്നെ സമ്മതിച്ച കാര്യമാണ്. വേണമെങ്കിൽ അത് തിരിച്ചു കൊടുത്തേക്കാമെന്നും തന്ത്രി പറയുന്നുണ്ട്. ഇതിന്റെ പേരിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തണോ വേണ്ടയോ? അല്ല, വാജിവാഹനം ഒരനുഷ്ഠാനത്തിന്റെ പേരിൽ അദ്ദേഹം കൊണ്ടുപോയി സൂക്ഷിക്കുന്നതിൽ ഇപ്പൊ തന്നെ ഈ ചർച്ചയിൽ തന്നെ രണ്ടുപേർക്ക് രണ്ട് അഭിപ്രായമായി. ഈ വാജിവാഹനം അദ്ദേഹം അവിടെ കൊണ്ടുപോയി ഇല്ലത്തെ അങ്ങനെയാണെങ്കിൽ പല കൊടിമരങ്ങളുടെയും വാജിവാഹനങ്ങൾ ഈ തന്ത്രിമാരുടെ വീടുകളിൽ കാണും. പക്ഷേ അതൊരു പൊതുമുതലായി ഉപയോഗിക്കത്തക്ക വിധത്തിൽ അത് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. എനിക്ക് അടിസ്ഥാനമായ ഒരു കാര്യം, ഈ സ്പോൺസറുടെ കാര്യം പറഞ്ഞു. ഈ ഉണ്ണികൃഷ്ണന്റെ സ്വത്തുവകയിൽ നിന്നൊന്നും അല്ല സ്പോൺസർഷിപ്പ് നടത്തിയത്. അയാൾ ആളുകളെ ക്യാൻവാസ് ചെയ്ത് സ്പോൺസർമാരെ കൊണ്ടുവരിക. ആ സ്പോൺസർമാരിൽ നിന്ന് ഈ ഉണ്ണികൃഷ്ണൻ കമ്മീഷൻ മേടിക്കുക. അതാണ് അവിടെ ചെയ്യുന്ന സ്പോൺസർഷിപ്പ്. അല്ലാതെ ഉണ്ണികൃഷ്ണന്റെ കുടുംബ സ്വത്തെടുത്ത് 2 ലക്ഷത്തിനോ 3 ലക്ഷത്തിനോ ശബരിമല സേവനം ചെയ്യല്ല. അയാൾ ക്യാൻവാസ് ചെയ്ത് തമിഴ്നാട്ടിലും ബാംഗ്ലൂരിലും ബോംബെയിലും ഉള്ളവരെ ക്യാൻവാസ് ചെയ്ത് കൊണ്ടുവരിക. ആ കൊണ്ടുവരുന്നവരെ തന്ത്രിയുടെയും മേൽശാന്തിയുടെയും മുമ്പിൽ അവതരിപ്പിക്കുക, ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ അവതരിപ്പിക്കുക, ദേവസ്വം ബോർഡും മെമ്പർമാർക്കും പ്രസിഡന്റും മുമ്പിൽ അവതരിപ്പിക്കുക. അവർക്ക് ആവശ്യാനുസരണം ആവശ്യമായ കാണിക്കയും ദക്ഷിണയും കൊടുക്കുക. അങ്ങനെ അവരെ സ്വാധീനിച്ച് താൻ ഒരു വലിയ സ്പോൺസറാണെന്ന് വരുത്തി തീർക്കുക. അല്ലാതെ ഉണ്ണികൃഷ്ണന്റെ കുടുംബ സ്വത്തെടുത്ത് അവിടെ ശബരിമല ഒരു സ്പോൺസർഷിപ്പും നടത്തിയിട്ടില്ല, നടത്താനൊട്ട് പ്രാപ്തിയും. തെറ്റാണ് ശ്രീ വാസു പറയുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കുടുംബ സ്വത്തെടുത്ത് ശബരിമലയിലെ സ്പോൺസർഷിപ്പ് പരിപാടി ചെയ്തു എന്നാണ് ദേവസ്വത്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന വാസു പറഞ്ഞത്. താങ്കൾ ശ്രദ്ധിച്ചു കാണത്തില്ല. അവിടെയാണ് പ്രശ്നം. ആ ഉണ്ട്, നോക്കൂ, ഞാൻ പറഞ്ഞുതരാം. ശ്രീ രാമൻ നായർ, താങ്കൾ പറയുന്നത് ഞാൻ കേട്ടു. ഞാൻ പറഞ്ഞുതരാം 2 കാര്യങ്ങൾ. ഒന്ന്, ഇയാളുടെ സ്വത്തും കാര്യങ്ങളും എല്ലാം പരിശോധിക്കണം എന്ന് പറഞ്ഞതിന് ശേഷം ഇവിടുത്തെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമും വിജിലൻസുമാണ് അന്വേഷിച്ചത്. കോടതി തന്നെ ആ സമയത്ത് പറഞ്ഞു ഇയാളുടെ ഇടപാടുകൾ, ഇതിന് പണം കൊടുത്തിരിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ് എന്ന് കൃത്യമായിട്ട് അന്വേഷിക്കണമെന്ന്. അതിന്റെ ഉത്തരവാദിത്വം ആർക്കായിരുന്നു? ദേവസ്വം ഭരണസമിതിക്കായിരുന്നു, ദേവസ്വത്തിന്റെ ഉദ്യോഗസ്ഥർക്കായിരുന്നു. 2, താങ്കൾ പറഞ്ഞു ഇയാളുടെ കുടുംബസ്വത്ത് കൊണ്ടുവന്നിട്ടാണോ? നമുക്കെല്ലാം അറിയാം ഇയാളുടെ കുടുംബസ്വത്ത് അല്ലാന്ന്. പക്ഷെ അതിന് ലെജിറ്റിമസി കൊടുത്തത് ആരാണ്? വാസുവാണെന്നേ, ദേവസ്വം ഭരണസമിതിയാണെന്നേ. അവിടെ പൂശിയതിന് ശേഷം ഒരു സെക്കൻഡ് ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. അവിടെ പൂശിയതിന് ഞാൻ പൂർത്തിയാക്കട്ടെ. അവിടെ പൂശിയതിന് ശേഷം ബാക്കി 60 പവൻ സ്വർണം കയ്യിൽ വെച്ചിരുന്നപ്പോ അത് എത്ര സ്വർണമാണെന്ന് ചോദിക്കാതെ ഈ അറസ്റ്റ് ചെയ്യപ്പെടുന്നതിന് 4 ദിവസം മുമ്പ് വരെ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളുടെ മുന്നിൽ ശ്രീ വാസുവാണ് വന്നിരുന്ന് പറഞ്ഞത് അത് അയാളുടെ സ്വർണമാണെന്ന്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വർണം കൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെ ഈ വസ്തുക്കൾ കൊണ്ടുപോയിട്ട് അതിൽ സ്വർണം പൂശി, എന്നിട്ട് ബാക്കി സ്വർണം ഞാൻ എന്ത് ചെയ്യണം, ഒരു കല്യാണം നടത്തിക്കോട്ടെ എന്ന് എന്നോട് അനുവാദം ചോദിക്കുകയല്ല, എന്റെ അഡ്വൈസ് ചോദിക്കായിരുന്നു എന്ന് പറഞ്ഞ് ലെജിറ്റിമസി കൊടുക്കുന്ന ആരാ? ദേവസ്വം ഭരണസമിതിയാ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ദേവസ്വം ഭരണസമിതി ഇത്രത്തോളം വിശ്വാസത്തോടെ ഉണ്ണികൃഷ്ണൻ പോറ്റി കുടുംബത്തുനിന്ന് കൊണ്ടുവന്നിട്ടാണ് ഈ കാര്യങ്ങൾ കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞ് അയാൾക്ക് സ്പോൺസർ എന്ന് പറഞ്ഞ കുപ്പായം ധരിപ്പിച്ച് അവിടെ കൊണ്ടു നിർത്തുമ്പോൾ നമ്മൾ പറയുന്നത് എന്താ? തന്ത്രി ഇയാളെ അങ്ങ് സംശയിച്ചോണം. ദേവസ്വത്തിന്റെ ലെജിറ്റിമേറ്റ് സ്പോൺസറായിട്ട് വന്നിരിക്കുക. നമ്മൾ പറഞ്ഞ ഇയാള് കള്ളനല്ലെന്നേ. ഇയാള് ദേഹത്ത് എണ്ണയും പൂശിക്കൊണ്ട് വന്നിരിക്കുന്ന കള്ളനല്ല തന്ത്രി സംശയിക്കാൻ. ദേവസ്വത്തിന്റെ ഉദ്യോഗസ്ഥരോടും അതിന്റെ ഭരണസമിതിയിലെ ഏറ്റവും ഉയർന്ന ആൾക്കാരോടുമൊപ്പം ദേവസ്വം പ്രസിഡന്റിന്റെ റൂമിൽ ഇയാൾ കുടുംബമായിട്ട് നിരങ്ങുന്ന ആളായിരുന്നു. അങ്ങനെയുള്ള ഒരാൾ അവിടെ വന്ന് നിൽക്കുന്ന സമയത്ത് തന്ത്രി കണ്ഠര് രാജീവരും കണ്ഠര് മോഹനരും മാത്രം ഇയാളെ സംശയത്തിന്റെ നിഴലിലൂടെ എനിക്കുള്ള സംശയം ഈ തന്ത്രിക്കൊപ്പം എപ്പോഴും ഉള്ളത് കൊണ്ട് മറ്റുള്ളവർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശ്വസിച്ചതാണോ, അതോ മറ്റുള്ളവർക്കൊപ്പം എപ്പോഴും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കറങ്ങി നടക്കുന്നതിനാൽ തന്ത്രി വിശ്വസിച്ചതാണോ? അല്ല, ഇതാണ് ഒരു സംശയം വരുന്നത്. രണ്ടായാലും പോറ്റി തട്ടിപ്പുകാരനായിരുന്നു. പോറ്റി ദേവസ്വത്തിന്റെ സ്പോൺസറാണ് എന്ന് പറയുമ്പോൾ പോറ്റിക്ക് ലെജിറ്റിമസി കൊടുക്കുന്നത് ദേവസ്വം ബോർഡാണെന്ന കാര്യത്തിൽ എന്താ തർക്കം? അവിടെ ആൾക്കാർ മാറുന്നില്ലേ? അതായത് പോറ്റിയെ സ്പോൺസർ ആക്കേണ്ടത് ആരാണ്? ദേവസ്വം ബോർഡാണ്. തന്ത്രി വിചാരിച്ചാൽ സ്പോൺസർ ആവില്ലല്ലോ. 2019 2025 6 വർഷത്തിന്റെ ഗ്യാപ്പ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ദേവസ്വത്തിന്റെ ഭരണസമിതി മാറി, ദേവസ്വത്തിന്റെ മന്ത്രി മാറി, ഉദ്യോഗസ്ഥര് മാറി, എല്ലാവരും മാറിയിട്ടും പോറ്റിയും പോറ്റി വഴി സ്മാർട്ട് ക്രിയേഷൻസും അവിടെ നിൽക്കുന്നത് തന്ത്രി വിചാരിച്ചിട്ടാണോ? ദേവസ്വം ബോർഡ് വിചാരിച്ചിട്ടാണ്. അവിടെയാണ് എന്റെ സംശയം ബലപ്പെടുന്നത്. തന്ത്രിയുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന ഈ പോറ്റിയെ ഭരണസമിതി വിശ്വാസത്തിലെടുത്തതാണോ എന്നുള്ള കാര്യം. ഭരണസമിതി നല്ലവരല്ല, സ്വർണം ചെമ്പാക്കിയതാണ് ഭരണസമിതി. പക്ഷേ ഈ സ്വർണം
ഉണ്ട് എന്ന് അറിഞ്ഞിട്ടും, തങ്കമുണ്ട് എന്ന് അറിഞ്ഞിട്ടും അത് ചെമ്പാക്കി കൊണ്ടുപോകുമ്പോൾ അതിൽ മഹത്വം അക്ഷരം പറയാത്തൊരു തന്ത്രി കൂടി ശബരിമലയിൽ ഉണ്ടായിരുന്നു. അതേ ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിന് നിയമം മൂലം അദ്ദേഹത്തിന് ചെയ്തേ പറ്റൂ എന്നൊന്നുമില്ല, പക്ഷെ അദ്ദേഹത്തിന് അറിയാമായിരുന്നു അക്കാര്യം. എക്സിസ്റ്റിംഗ് പാളിയുടെ പുറത്ത് അവര് സ്വർണം പൂശണോ വേണ്ടയോ എന്നൊക്കെ അവര് തീരുമാനിക്കുന്ന കാര്യത്തിൽ തന്ത്രി എന്താ പറയേണ്ടത്? എക്സിസ്റ്റിംഗ് പാളിയുടെ മുന്നിൽ അവിടെ പാളി പൂശിയതായിരിക്കോട്ടെ, അതായത് പാളി ഒട്ടിച്ചിരിക്കുകയാണ്, പക്ഷെ ആ പാളി ഇളക്കിയതിന് ശേഷം അതിന്റെ പുറത്ത് പൂശാനാണ് കൊണ്ടുവന്നത്. ആ മൗനത്തിന് വിലയുണ്ട്. അത് തനി തങ്കമാണെന്ന് അറിയാവുന്ന, ഒറ്റ നോട്ടത്തിൽ തന്നെ തനി തങ്കമാണെന്ന് അറിയാവുന്ന വ്യക്തി അവിടെയുള്ളൂ, അത് ശബരിമല തന്ത്രിയാണ്. കാരണം അത് സ്വർണ്ണപ്പാളി അല്ല, സ്വർണം ക്ലാഡ് ചെയ്ത സമയത്ത് മുതൽ അവിടെ ഉണ്ടായിരുന്ന വ്യക്തി ശബരിമല തന്ത്രിയാണ്. അപ്പോൾ ആ മൗനത്തിന് വലിയ വിലയുണ്ട്, അത് വിശ്വാസത്തിന്റെ വിലയാണ്. അല്ലല്ല, സ്വർണം ക്ലാഡ് ചെയ്തിരിക്കുന്നതിനെ എടുത്തു മാറ്റിയതിനു ശേഷം അവിടെ സ്വർണം പൂശാനെന്നൊന്നും അല്ല ഇവർ എഴുതി വെച്ചിരിക്കുന്നത്. എന്താണെന്നുള്ള കാര്യം ശബരിമല തന്ത്രിക്ക് അറിയാം. ഒന്നുകിൽ കണ്ണടച്ചിരിക്കും, അല്ലെങ്കിൽ വീട്ടിൽ പോയിരിക്കും. അദ്ദേഹം വീട്ടിൽ പോയിരിക്കുന്ന സമയത്താണ് ഇവർ കൊണ്ടുപോയത്. അങ്ങനെയെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യുമെന്ന് അങ്ങനെ മണ്ടൊന്നുമല്ല ശബരിമല തന്ത്രി. മഞ്ജുഷെ, തന്ത്രി റിപ്പോർട്ട് ചെയ്യുന്ന എപ്പോഴാ മഞ്ജുഷെ? തന്ത്രി റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണോ ഇത് എക്സിക്യൂട്ടീവ് ഓഫീസർ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഓഫീസിൽ ചെല്ലുന്നത്? തന്ത്രി റിപ്പോർട്ട് ചെയ്തതിനു ശേഷമാണോ ദേവസ്വം ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറയൂ. ദേവസ്വം കമ്മീഷണറുടെ ഓഫീസിൽ സ്വർണം പൂശിക്കോ എന്നുള്ള നിർദ്ദേശമായിരിക്കുമല്ലോ. കേക്കൂ, ഞാൻ ചോദിക്കുന്ന ചോദ്യം പൂർത്തിയാക്കാൻ അനുവദിക്കൂ. ദേവസ്വം കമ്മീഷണറുടെ ഓഫീസിൽ, വാസുവിന്റെ ഓഫീസിൽ ചെന്നതിന് ശേഷം അതുവരെ സ്വർണം പൂശിയത് എന്ന് എഴുതിയിരുന്നതിനെ മാറ്റി ചെമ്പുപാളി എന്നാക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ പോറ്റിയതിന് മുമ്പാണോ ശേഷമാണോ? നിങ്ങൾ പറയൂ. ഭരണസമിതിയിൽ പോയി അവിടെ പിത്തള എന്ന് പറഞ്ഞിരിക്കുന്ന സാധനം വെട്ടി സ്വർണം പൂശിയ സ്വർണ്ണപ്പാളികളായ ചെമ്പിന്റെ പുറത്തുള്ള സ്വർണ്ണപ്പാളികൾ എന്നുള്ളത് എഴുതുന്നതിന് പകരം പച്ചമഷി പേനയ്ക്ക് പത്മകുമാർ വെട്ടി ചെമ്പെന്ന് എഴുതി. അത് പിന്നീട് അപ്രൂവലിന് വേണ്ടിയിട്ട് ദേവസ്വം തന്ത്രിയുടെ ചെയ്തതെല്ലാം തെറ്റ്. പക്ഷെ തന്ത്രിക്ക് ചെമ്പാക്കിയതാണ് ഈ ഭരണസമിതി എന്ന് തന്ത്രിക്ക് അറിയാം. തന്ത്രിക്ക് അറിയാമല്ലോ. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഈ പറയുന്ന സാധനങ്ങൾ കൊണ്ടുപോകുന്ന സമയത്ത് മഹസറിലെ ഒപ്പിടുന്നുള്ളൂ. പക്ഷെ തന്ത്രിക്ക് അറിയാമല്ലോ, തന്ത്രിക്ക് അറിയാമല്ലോ കൊണ്ടുപോകുന്ന വാതിലിലും അതുപോലെ തന്നെ ദ്വാരപാലക സ്വർണ്ണപ്പാളികളിലും തനി തങ്കമാണെന്ന്. അപ്പോൾ എങ്ങനെ അവിടെ നിന്ന് ചെമ്പാക്കി കൊണ്ടുപോകാൻ കഴിയുന്നു എന്നുള്ള ചോദ്യമേ ഉള്ളൂ. ഈ ഭരണസമിതി നല്ലവരാണ് ചെമ്പാക്കി തന്ത്രി എന്നുള്ളതാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം അതാണ്. അത് എവിടെ വെച്ചിട്ടാണ് ഇത് ചെമ്പ് പാളികളാണ് എന്ന് മാറ്റുന്നത്? തന്ത്രി കഴിഞ്ഞിട്ടാണോ അതോ തന്ത്രിക്ക് മുമ്പാണോ? പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് കൊണ്ടുപോകുന്നത് ശ്രീത്ത്. അത് കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് കൊണ്ടുപോകുന്നത്. സന്നിധാനത്ത് നിന്ന് തന്ത്രിയുള്ള സന്നിധാനത്ത് കൊണ്ടുപോകുന്നത് അത് കഴിഞ്ഞിട്ടാണ്. മഞ്ജുഷെ, കൊണ്ടുപോകുന്ന പേപ്പർ തന്ത്രിക്ക് എവിടെയാ പങ്കെന്ന്? പേപ്പർ പോട്ടെ, ഞാൻ പേപ്പർ കൊണ്ടുപോകുന്നുണ്ടല്ലോ. തന്ത്രി ഇവിടെ കംപ്ലൈന്റ് പറയാണ്. മഞ്ജുഷ, നിങ്ങൾ അതിന്റെ സീക്വൻസ് അറിയാത്തതുകൊണ്ടാണ്. മഞ്ജുഷ, നിങ്ങൾ അതിന്റെ സീക്വൻസ് മനസ്സിലാക്കൂ. അതിനൊരു പ്രശ്നമുണ്ട്. രേഖകളും അറിയാം, പക്ഷെ ഇത് കൊണ്ടുപോകുന്നത് ഈ രേഖയെല്ലാം ഉണ്ടായി കഴിഞ്ഞാണല്ലോ. അപ്പോൾ അത് അറിയാവുന്ന മഞ്ജുഷ, നിങ്ങൾ കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ മുകളിലുള്ള ഒരു ഉദ്യോഗസ്ഥനിൽ തിരുത്തു വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ അറിയില്ല? തന്ത്രിയുടെ മുകളിലാണോ ഭരണസമിതി? എനിക്കറിയില്ല. തന്ത്രിയുടെ മുകളിലാണോ കസ്റ്റോഡിയൻ ആയിട്ടുള്ള ബോർഡിന് അധികാരമാണ്. അവരെന്ത് തോന്നിവാസം ചെയ്താലും തന്ത്രി ഒരക്ഷരം ഞാൻ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ സംസാരിച്ച കേൾക്കില്ല. ദേവസ്വം കമ്മീഷണറുടെ ഓഫീസിൽ നിന്നും അവസാനം ദേവസ്വം പ്രസിഡന്റിന്റെ ഓഫീസിൽ നിന്നും ഇത് തിരുത്തു വന്നു എന്ന് പറഞ്ഞാൽ പിന്നീട് ഈ പേപ്പർ നിങ്ങൾ പറഞ്ഞ തന്ത്രിക്ക് കൊടുക്കണമെന്നാണ് പറയുന്നത്. ഞാൻ തന്ത്രി കാണേണ്ടത്. മഞ്ജുഷ, അതുവരെ നിങ്ങളുടെ താഴത്തെ ലെവലിലെ ഉദ്യോഗസ്ഥർ മുതൽ മുകളിലോട്ട് പോകുന്ന സമയത്ത് ഇത് സ്വർണ്ണപ്പാളി എന്നല്ലേ എഴുതിയിരിക്കുന്നത്? അതൊക്കെ ശരിയാണ്. സ്വന്തം കൈപ്പടയിൽ ഞാൻ ചോദിക്കുന്നത് മറുപടി പറയൂ. അവിടെയല്ലേ തന്ത്രി? ഞാൻ ചോദിക്കുന്നത് കേൾക്കൂ. അവിടെയെല്ലാം തന്ത്രി ഇൻവോൾവ് ചെയ്യുന്ന സമയത്ത് ഇത് സ്വർണം പൊതിഞ്ഞിരിക്കുന്ന ചെമ്പുപാളികളാണ്. മുകളിലേക്ക് പോയി എക്സിക്യൂട്ടീവ് ഓഫീസറും കഴിഞ്ഞ് വാസുവിന്റെ ഓഫീസിൽ, ദേവസ്വം കമ്മീഷണറുടെ ഓഫീസിൽ എത്തുന്ന സമയത്ത് ഇത് മാറുന്നു. പിന്നീട് പത്മകുമാറിന്റെ ഓഫീസിൽ എത്തുന്ന സമയത്ത് ഇത് മാറുന്നു. നിങ്ങൾ പറഞ്ഞ ഇത് കഴിഞ്ഞതിന് ശേഷം തന്ത്രി ഇത് കാണിച്ച് ഒപ്പിടിപ്പിക്കുമെന്നാണ് നിങ്ങൾ പറയുന്നത്.
എന്താ ഈ പറയുന്നത്? ഞാൻ ഒറ്റ കാര്യം അവിടെ നിന്ന് കൊണ്ടുപോകുന്ന സമയത്ത് ഇത് തങ്കമാണെന്ന് അറിയാവുന്നയാൾ തന്ത്രിയാണെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതാ ഞാൻ പറഞ്ഞത്, ഞാൻ പറഞ്ഞതിൽ പിശകുണ്ടെങ്കിൽ താങ്കൾക്ക് പറയാം. തങ്കമാണെന്ന് അറിയാവുന്ന തന്ത്രി എവിടെയാ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്? തങ്കമാണെന്ന് പേപ്പറിൽ എഴുതിയിരിക്കുന്ന സമയത്താണ് അല്ലേ? അത് അവസാനം പൊതിഞ്ഞിരിക്കുന്ന ചെമ്പുപാളിയാണെന്ന് എഴുതിയിരിക്കുന്ന സമയത്താണോ അതേ ഇൻവോൾവ് ചെയ്യുന്നത്? ആണോ? സ്വർണം മാറി ചെമ്പാകുമ്പോൾ തന്ത്രിക്ക് മനസ്സിലായി അത് ചെമ്പാണെന്നാണോ? അങ്ങനെയാണോ? സ്വർണം മാറി ചെമ്പായപ്പോൾ തന്ത്രിക്ക് മനസ്സിലായി അയ്യോ അത് ചെമ്പായല്ലോ എന്ന്. മഞ്ജുഷ നിങ്ങൾ മനഃപൂർവ്വം എന്നെ പറയാൻ കേൾക്കൂ. സ്വർണം പൊതിഞ്ഞിരിക്കുന്ന ചെമ്പുപാളികൾ എന്ന് മറ്റുള്ള ഉദ്യോഗസ്ഥർ എഴുതുന്ന സമയത്ത് ആ സമയത്താണ് തന്ത്രിയും അതിൽ ഇൻവോൾവ് ചെയ്യുന്നത്. കാരണം എവിടെയാ തന്ത്രിയാണ് ആദ്യം വന്നിട്ട് പറയുന്നത്, ഉദ്യോഗസ്ഥരെ കാണിക്കുന്ന സമയത്ത് പറയുന്നു ശരിയാണ് ഇതിന് അറ്റകുറ്റപ്പണി വേണം. ഇത് പറഞ്ഞു, തന്ത്രിയുടെ കയ്യിൽ നിന്ന് പോയി. അപ്പോഴെല്ലാം ഇത് സ്വർണം പൊതിഞ്ഞിരിക്കുന്ന ചെമ്പുപാളിയാണ്. എന്നിട്ട് ഇത് ദേവസ്വം കമ്മീഷണറുടെ ഓഫീസിലും അത് കഴിഞ്ഞിട്ട് അവസാനം ദേവസ്വം പ്രസിഡന്റിന്റെ കയ്യിലും വരുന്ന സമയത്ത് ഇത് വെട്ടി അവര് ചെമ്പാക്കുന്നേ. അതിന്റെ ഉത്തരവാദിത്വം കൂടി നിങ്ങൾ തന്ത്രിക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് എന്താ മനസ്സിലായി? എനിക്ക് എന്റെ സംശയം ഞാൻ ചോദിച്ചുകൊണ്ടേയിരിക്കും. കാരണം ഈ തന്ത്രിക്കാണ് അറിയാവുന്നിരുന്നത് 98-99 കാലഘട്ടത്തിൽ. അപ്പോൾ ചെമ്പാക്കിയപ്പോൾ ഈ തന്ത്രി എന്തിനും മിണ്ടാതിരുന്നതാണ്, അദ്ദേഹത്തിന് റെസ്പോൺസിബിലിറ്റി ഇല്ല എന്ന് പറഞ്ഞു. സംഭാഷണം പോലെയാണ് മഞ്ജുഷ്. മഞ്ജുഷ്, ഇത് ചെമ്പൻ വിനോദും പിന്നെ മാമുക്കോയും കൂടെ ഒപ്പം സിനിമയിൽ പറഞ്ഞ ഡയലോഗ് പോലെയാണ്. ഞാൻ ചോദിക്കുന്നത് തന്ത്രി വളരെ സിമ്പിൾ. തന്ത്രി ഇൻവോൾവ് ചെയ്യുന്ന സമയത്ത് അത് സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളികളെന്നല്ല എഴുതിയിരിക്കുന്നത്. അതെ, ആണോ അല്ലയോ? എന്നുള്ള കാര്യമാണ് താങ്കൾ പറയുന്നത്. ദേവസ്വം ബോർഡ് ഭരണസമിതി ഒരു തീരുമാനമെടുത്താൽ പിന്നെ തന്ത്രി കമാന്നൊരു അക്ഷരം മിണ്ടരുത് എന്നാണെങ്കിൽ ഞാൻ സമ്മതിച്ചു. പക്ഷേ അങ്ങനെ അത് വിശ്വാസത്തിൽ എടുക്കാൻ കഴിയില്ല. അറിഞ്ഞിരിക്കെ അതിലൊരു മാറ്റം വരുത്തിയപ്പോൾ അത് ദേവസ്വം ബോർഡിന് മാത്രമല്ല പരമാധികാരിയായി ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കുകയും അതിൻ്റെ അകത്ത് മാറ്റം വന്നാൽ അഭിപ്രായം പറയുകയും ചെയ്യുന്ന തന്ത്രി